എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് എനർജി കൺസെപ്ഷൻ ആൻഡ് കൺസർവേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. വീഡിയോസുകൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലെറ്റസസ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലെറ്റസസ് അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. വെറുതെ കാണാതെ പഠിക്കുന്ന രീതിയെല്ലാം മനസ്സിലാക്കി തന്നെ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും പറയുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ അതെന്താണേലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് 230 volt draws 2 ampere current. What is the resistance of the heater? Calculate the heat produced when this heater operates for 10 minutes. What is the power of this appliance? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ട്രിക് ഹീറ്റർ ആണ്, അത് 230 വോൾട്ടിൽ ആണ് വർക്ക് ചെയ്യുന്നത്. 2 ആംപിയർ കറണ്ട് അല്ലേ, 2 ആംപിയർ കറണ്ട് അതിലൂടെ പ്രവഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ. ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പിന്നെ എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, 10 മിനിറ്റ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം താപം ഉൽപ്പാദിപ്പിക്കുന്നു കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അപ്ലയൻസിന്റെ പവറും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതണം കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതുക. എന്താണ്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, V = എത്രയാണ്? 230 വോൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? കറണ്ട് I തന്നിട്ടുണ്ട്, 2 ആംപിയർ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് ഇല്ല, ഹീറ്റിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്? ഹീറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവറും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യമേ നമുക്ക് റെസിസ്റ്റൻസ് ചോദിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആണ്. അപ്പൊ നമുക്ക് വിയും ഐയും തന്നിട്ടുണ്ടല്ലോ. നമുക്ക് R കണ്ടുപിടിക്കാമല്ലോ. ഏതാണ്? R = V/I കണ്ടോ? അത് ഉപയോഗിച്ച് നമുക്ക് R കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും? V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 ആണ്, ഡിവൈഡ് ബൈ I എന്ന് വെച്ചാൽ 2 ആണ് അല്ലേ. അപ്പൊ എത്ര വരും? 115 അല്ലേ, 115 ഓം എന്ന് വരും. റെസിസ്റ്റൻസ് ഓഫ് ദി ഹീറ്റർ കിട്ടി. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ് ചോദിച്ചിരുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദിസ് ഹീറ്റർ ഓപ്പറേറ്റ്സ് ഫോർ 10 minutes. 10 മിനിറ്റ് സമയം കൂടെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എഴുതുക കേട്ടോ. 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 600 സെക്കൻഡ് കൊണ്ട് സമയം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വിയും ഐയും ടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് VIT തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. VIT എളുപ്പത്തിന് അത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ I² ആയിട്ട് ചെയ്താലും നമുക്ക് കിട്ടും. R ഇവിടെ കിട്ടിയിട്ടുണ്ട്, I ഉണ്ട്, പിന്നെ എന്താണ്? സമയമുണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും കിട്ടും കേട്ടോ. അതാ നോക്കുക, നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. V എന്ന് പറഞ്ഞിരിക്കുന്നത് 230 ആണ് ഇല്ലേ, I എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. മനസ്സിലായല്ലോ? പിന്നെ എന്താണ്? സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 600 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 276,000 കേട്ടോ. 3 0 ഉണ്ട്. 2,76,000 ജൂൾ എന്ന് വരും കേട്ടോ. 2,76,000 ജൂളാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ, എമൗണ്ട് ഓഫ് ഹീറ്റ്. ക്ലിയർ ആയല്ലോ? എച്ചും കിട്ടി. ഇനി മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് ചോദിച്ചിരുന്നത്? വാട്ട് ഈസ് ദ പവർ ഓഫ് ദിസ് അപ്ലയൻസ്. ഈ അപ്ലയൻസിന്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ. പവർ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം? P = ഏതാണ്? V/I ഉപയോഗിക്കാമല്ലോ. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. V എന്ന് പറഞ്ഞിരിക്കുന്നത് 230 ആണ്, I എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര വരും? പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 460 വരും കേട്ടോ. 460 വാട്ട് നമുക്ക് പവറും കിട്ടി. എല്ലാ കാര്യങ്ങളും ആയല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 volt സപ്ലൈ കൺസ്യൂംസ് 2 ആംപിയർ കറന്റ്. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 5 minutes. അതായത് 230 വോൾട്ടിൽ ഒരു അപ്ലയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അത് 2 ആംപിയർ കറണ്ട് കൺസ്യൂം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എന്തുമാത്രം ഹീറ്റ് 5 മിനിറ്റിൽ എന്തുമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? വാട്ട് ഈസ് എനർജി കൺസ്യൂംഡ് ബൈ ദിസ് അപ്ലയൻസ് ഇൻ 5 minutes വൈൽ ഓപ്പറേറ്റിംഗ് അറ്റ് 115 volt. 115 വോൾട്ടിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 minutes കൊണ്ട് എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടുപിടിക്കണം.
മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. വി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 230 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ നമുക്ക് അതാണ് എടുക്കേണ്ടത്. കറണ്ട് അവിടെ എത്രയാണ്? 2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. സമയവും തന്നിട്ടുണ്ടല്ലേ? 5 മിനിറ്റ് ആണ്. ദെൻ 5 ഇൻറ്റു എത്രയാണ്? 60. അപ്പോൾ എത്ര വരും? 300 അല്ലേ? 300 സെക്കൻഡ് എന്നും വരും. ഓക്കെ ആണല്ലോ. അപ്പം എ പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അല്ലെ, എന്തുമാത്രം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇല്ല, അപ്പോൾ നമുക്ക് വിയും ഐയും ടിയും ഇല്ല, അപ്പോൾ നമുക്ക് H ഈസ് ഈക്വൽ ടു VIT തന്നെ അപ്ലൈ ചെയ്യാം. VIT കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ 230 ആണ്. ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആംപിയർ ആണ്. സമയം എത്രയാണ്? 300 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് 138,000, അതായത് 1,38,000 ജൂൾ എന്ന് വരും ആൻസർ. H എമൗണ്ട് ഓഫ് ഹീറ്റ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ബി പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ അപ്ലയൻസ് തന്നെ 5 മിനിറ്റിൽ വർക്ക് ചെയ്യുന്നു. അത് പക്ഷേ വോൾട്ടേജ് എത്രയാണ്? 115 വോൾട്ട് ആണ്. അതായത് 115 വോൾട്ട് 115 വോൾട്ടിൽ ഈ അപ്ലയൻസ് എന്താണ് 5 മിനിറ്റ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം 5 മിനിറ്റ് തന്നെയാണ്, അതായത് 300 സെക്കൻഡുമാണ്. അപ്പം അവിടെ എന്തുമാത്രം എനർജി അല്ലേ, എന്തുമാത്രം ഊർജം ഉപയോഗിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എനർജി നമ്മൾ കണ്ടായിരുന്നു, ഹീറ്റ് എനർജി ആണ്. അതായത് ഇവിടുത്തെ എനർജി ഹീറ്റ് എനർജി ആണ്. H ഈസ് ഈക്വൽ ടു P ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടില്ലായിരുന്നു, അത് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. മനസ്സിലായി? അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കണം അല്ലേ? പവർ കണ്ടുപിടിക്കണം. സമയം നമുക്കറിയാം അല്ലേ? അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, ഇവിടെ ഒരു സെയിം അപ്ലയൻസസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ വോൾട്ടേജ് വ്യത്യാസപ്പെട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, നമുക്ക് റെസിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം ഇല്ല? അപ്പോൾ അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് എത്ര വരും? R ഈസ് ഈക്വൽ ടു V ബൈ എന്താണ് I വെച്ച് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. വോൾട്ടേജ് എത്രയാണ്? 230 വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ കറണ്ട് 2 ആണ്. അപ്പോൾ അത് എത്രയാണ്? റെസിസ്റ്റൻസ് എത്രയാണ്? 150 ഓം തന്നെയാണ്. മനസ്സിലായി? അതായത് ഇതേ ഉപകരണം തന്നെയാണ് 115 വോൾട്ടിലും വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാം. പവർ P ഈസ് ഈക്വൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? V²/R ഉപയോഗിക്കാമല്ലോ ഇല്ലേ? V² എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 115 വർക്ക് ചെയ്യുമ്പോൾ കേട്ടോ, 115 ഇൻറ്റു 115 ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞിരിക്കുന്നത് 115 ആണ്. ഇതിൻ്റെ കൂടെ ക്യാൻസൽ ആയിട്ട് പോകും. ദെൻ പവർ എത്ര വരും? 115 വാട്ട് എന്ന് വരും. അപ്പോൾ അപ്ലയൻസസിൻ്റെ പവർ എത്രയാണ് നമുക്ക് മനസ്സിലായി? 115 വാട്ടാന്ന് മനസ്സിലായി. ഈ അപ്ലയൻസ് തന്നെ 115 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അതിന് എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അതായത് എനർജി കൺസ്യൂം ചെയ്യുന്നത് H ആണ്. H ഈസ് ഈക്വൽ ടു P ഇൻറ്റു T ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു P നമുക്ക് ഇവിടെ കിട്ടിയ 115 ആണ്. സമയം എത്രയാണ്? 300. ക്ലിയർ ആയല്ലോ? അപ്പം എത്ര വരും ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 34,500 എന്ന് വരും കേട്ടോ. അതായത് 34,500 ജൂൾ എന്ന് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. മനസ്സിലായത്? എനർജി 5 മിനിറ്റ് കൊണ്ട് ഉണ്ടായ ഊർജ്ജം എന്ന് പറയാം. എനർജി കൺസംഷൻ 5 മിനിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എനർജി എന്ന് വെച്ചാൽ ഹീറ്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. എനർജി അല്ലേ ചോദിച്ചത്? എനർജി അല്ലേ? എനർജി കൺസപ്ഷൻ കേട്ടോ. എനർജി കൺസപ്ഷൻ ഇൻ 5 മിനിറ്റ്സ് കേട്ടോ. 5 മിനിറ്റ്സിലുണ്ടായ എനർജി കൺസപ്ഷൻ എത്രയാണ്? 34,500 ജൂളാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a house, a 500 watt electric iron operates for 1 hour. 2 40 watt fans for 8 hours. കേട്ടോ. പിന്നെ എന്താണ്? 5 12 watt LED bulbs for 10 hours. Calculate in unit the energy consumption per day in that house. അതായത് ഒരു വീട്ടിൽ 500 വാട്ടിൻ്റെ ഒരു അയൺ ബോക്സ് 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 40 വാട്ടിൻ്റെ 2 ഫാൻ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. 12 വാട്ടിൻ്റെ ഒരു 5 LED ബൾബുകൾ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഒരു ദിവസം ഉപയോഗിക്കുന്ന വൈദ്യോർജ്ജത്തിൻ്റെ അളവ് എത്ര യൂണിറ്റ് ആയിരിക്കുന്നു? യൂണിറ്റിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലോ വാട്ട് അവർ ആണ് അല്ലേ? അപ്പം അങ്ങനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെയുണ്ട് ആ വീട്ടിൽ? എന്താണ്? ഇലക്ട്രിക് അയൺ ആണല്ലേ? ഇലക്ട്രിക് അയൺ എത്രയാണ്? 500 വാട്ടിൻ്റെ അല്ല, 500 വാട്ടിൻ്റെ ഇലക്ട്രിക് അയൺ ആണ് അവിടെ ഉള്ളത്. അത് എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്? 1 അവർ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പം നമുക്ക് അവിടുത്തെ എനർജി കണ്ടുപിടിക്കാമല്ലോ. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ നോക്കാമില്ല. 500 വാട്ട് ഉണ്ട് കേട്ടോ. 500 വാട്ട് അയൺ, 500 വാട്ട് അയൺ എത്ര അയൺ ബോക്സ് എത്ര നേരമാണ്? 1 അവർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ എനർജി ഇല്ലേ? എനർജി ഇൻ കിലോ വാട്ട് അവറിലാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് കേട്ടോ. കിലോ വാട്ട് അവർ തന്നെയാണല്ലോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പവർ ഇൻ വാട്ട് ഇല്ലേ? പവർ ഇൻ വാട്ട് ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ കിലോ വാട്ട് അവറിലാകുമ്പം 1000 കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് ആണെങ്കിലും ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു.
കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പവർ എത്രയാണ്? 500 ഇല്ലേ? 500 വാട്ടിന് ഒരെണ്ണേ ഉള്ളൂ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. 500 സമയം എത്രയാണ്? 1 hour ആണ്. മനസ്സിലായല്ലോ? ഡിവൈഡ് ബൈ 1000. മനസ്സിലായല്ലോ? അതിന് പോയി പിന്നെ എത്രയാണ്? ഇത് പോയി 2 വരും, ഇവിടെ 2 വരും. ദാറ്റ് ഈസ് 1/2 എന്ന് വരും ഇല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 യൂണിറ്റ്, 0.5 കിലോ വാട്ട് അവർ എന്ന് വരും ഇല്ലേ? 0.5 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ യൂണിറ്റ് ആണ്, അതായത് 0.5 യൂണിറ്റ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? 40 വാട്ടിൻ്റെ അല്ലേ? 40 വാട്ടിൻ്റെ ഫാൻ അല്ലേ? 40 വാട്ടിൻ്റെ ഫാൻ ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 8 അവർ വർക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അവിടുത്തെ എനർജി കൺസപ്ഷൻ എങ്ങനെ വരും? എനർജി കൺസപ്ഷൻ അതിപ്പോൾ ഇവിടെ തന്നെ കിലോ വാട്ട് അവറിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ ഒക്കെ എഴുതണം കേട്ടോ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ കേട്ടോ, ഡിവൈഡ് ബൈ 1000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എത്രയാണ്? 40 വാട്ടിൻ്റെ 2 എണ്ണം വരും ഇല്ല? അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു 2. മനസ്സിലാവുന്നല്ലോ? ഇൻറ്റു സമയം 8 മണിക്കൂറാണ്. ദെൻ 8 ഡിവൈഡ് ബൈ എത്രയാണ്? 1000 വരും. ബാക്കിയെല്ലാം കൊണ്ട് ക്യാൻസൽ ചെയ്യുക. അതായത് 64 ഡിവൈഡ് ബൈ 100 എന്ന് വരും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.64 വരും കേട്ടോ. 0.64 യൂണിറ്റ് എന്ന് വരും. മനസ്സിലായല്ലോ? അത്രയും കിലോ വാട്ട് അവർ, അതായത് യൂണിറ്റ്. ഇനി അടുത്ത എന്താണ് പറയുന്നത്? 12 വാട്ടിൻ്റെ LED ബൾബ് എത്രയാണ്? 5 എണ്ണം ഉണ്ട് അല്ലേ? 12 വാട്ടിൻ്റെ LED ബൾബാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു? 10 മണിക്കൂർ എന്നാണ് പറയുന്നത്. 10 hour ആണ് ഇല്ല? അപ്പം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് അതും കിലോ വാട്ട് അവറിലാണ്. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 ആണ് നമ്മുടെ ഇക്വേഷനൊക്കെ എപ്പോഴും എഴുതുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആദ്യമാണെങ്കിലും എഴുതിയാലും മതി, എങ്കിലും ഇങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 വാട്ടിന് 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ്? 12 ഇൻറ്റു 5 അല്ലേ? ഇൻറ്റു എത്രയാണ്? 10 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 1000. മനസ്സിലായല്ലോ? അതാ നോക്കിയേ, ഇവിടെ ഇതും പോയി 12 ഇൻറ്റു 5 60 വരും ഇല്ലേ? 60 ഡിവൈഡ് ബൈ 100 വരും. പിന്നെ ഇതും പോയിട്ട് 6/10 വരും ഇല്ലേ? അപ്പോൾ അതായത് 0.6 യൂണിറ്റ് എന്ന് വരും. മനസ്സിലാവുന്നല്ലോ? ഇനി അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ടോട്ടൽ എനർജി കൺസപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അതിൽ 0.5 അല്ലേ? 0.5 പ്ലസ് 0.64 പ്ലസ് 0.6 എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.74 എന്ന് വരും അല്ലേ? 1.74 കിലോ വാട്ട് അവർ അല്ലേ? അല്ലെങ്കിൽ യൂണിറ്റ്. വാട്ട് അവർ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് എഴുതാം. 1.74 യൂണിറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് ഒരു ദിവസം. തൊട്ട് എത്ര അപ്ലയൻസസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ദിവസം ഉപയോഗിക്കുന്ന എനർജി അല്ലെങ്കിൽ എന്തുമാത്രം യൂണിറ്റ് എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. 1.74. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഹൗസ് 600 വാട്ട് ഗ്രൈൻഡർ ഓപ്പറേറ്റ്സ് ഫോർ 1 hour. നോക്കോട്ടെ, 600 വാട്ട് ഗ്രൈൻഡർ ആണ്, 1 hour വർക്ക് ചെയ്യുന്നു. അതുപോലെ 360 watt fans for 6 hours and 10 watt LED bulbs for 10 hours എന്നും പറഞ്ഞിട്ടുണ്ട്. What will be the electric energy consumed in unit per month? ഒരു മാസം ഇലക്ട്രിക് എനർജി എന്തുമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ താരിഫ് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗത്തിൻ്റെ KSEBക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു താരിഫാണ്. ഇതിലെ റേറ്റിംഗ് വെച്ചിട്ട് എന്തുമാത്രം രൂപയാവുമെന്നും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ? അപ്പം ആദ്യം നമുക്ക് ഒരു മാസം എന്തുമാത്രം എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു മാസത്തേക്ക് 30 ഡേയ്സിൻ്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യമേ നോക്കാം എന്തൊക്കെ അപ്ലയൻസസുകൾ അവിടെയുണ്ട്. നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്തൊക്കെ അപ്ലയൻസസ് എവിടെയുണ്ട് അതൊന്ന് നോക്കോട്ടെ. 600 വാട്ടിൻ്റെ ഒരു ഒറ്റ എണ്ണേ ഉള്ളൂ, ഒരു ഗ്രൈൻഡറേ ഉള്ളൂ. അത് എങ്ങനെയാണ്? 1 hour വർക്ക് ചെയ്യുന്നു അല്ലേ? 1 hour വർക്ക് ചെയ്യുന്നു. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ അവിടുത്തെ എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നത് കണ്ടുപിടിക്കാമല്ലോ. എനർജി നമുക്ക് ഇങ്ങനെയാണ് കിലോ വാട്ട് അവറിൽ തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ. That is equal to power in watt into time in hour divided by 1000 ആണ്. അത് വെച്ച് തന്നെ കണ്ടുപിടിക്കുക. പവർ എന്ന് പറയുമ്പം എത്രയാണ് ഇവിടെ? 600 വാട്ട് ആണ് അല്ലേ? ഇതിന് ഒരെണ്ണം ഉള്ളല്ലോ, അത് മതി. സമയം 1 ആണ്. ഡിവൈഡ് ബൈ 1000 ചെയ്യുക. അതാ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ വരും. 6 ഡിവൈഡ് ബൈ 10 എന്ന് വരും ഇല്ലേ? അതായത് 0.6 കിലോ വാട്ട് അവർ, അതായത് 0.6 യൂണിറ്റ് എന്ന് വരും. മനസ്സിലാവുന്നല്ലോ? ആദ്യത്തെ.
ഇനി അടുത്ത ഏതാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് 60 വാട്ടിൻ്റെ അല്ലേ? 60 വാട്ടിൻ്റെ എത്രയാണ്? 3 ഇല്ലേ? 3 ഫാനാണ് വർക്ക് ചെയ്യുന്നത്. അത് എത്രയാണ്? 6 hours എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 hours വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ എനർജി അല്ലേ? എനർജി കിലോ വാട്ട് അവറിലെ സെയിം ഇക്വേഷൻ തന്നെ. അപ്പോൾ എങ്ങനെയാണ്? പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 60 ആണ്. അത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 60 × 3 എത്ര? 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നു ഡിവൈഡ് ബൈ 1000. മനസ്സിലായല്ലോ? അതായത് ക്യാൻസൽ ആയിട്ട് പോയി, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.08 എന്ന് വരും കേട്ടോ. 1.08 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത അപ്ലയൻസ് ഏതാന്ന് നോക്കിയേ. ബൾബാണ് അല്ലേ? ബൾബിൻ്റെ ആണ്. അതായത് 10 വാട്ടിൻ്റെ ബൾബ് എത്രയാണ്? 10 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10 വാട്ടിൻ്റെ ബൾബ് 10 എണ്ണമാണ്. അത് എത്രയാണ്? 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി കിലോ വാട്ട് അവർ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇല്ല, ഇക്വേഷൻ എഴുതണം കേട്ടോ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 ആണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എത്രയാണ്? 10 വാട്ടാണ്. 10 വാട്ടിൻ്റെ 10 എണ്ണം ഉണ്ടല്ലേ? മനസ്സിലായല്ലോ? ദെൻ സമയം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു 1000. എല്ലാ പൂജ്യവും പോയി അല്ലേ? ഇതെവിടെ എല്ലാം പോയി, എല്ലാം ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ എത്ര വരും? 1 വരും അല്ലേ? 1 കിലോ വാട്ട് അവർ. മനസ്സിലാവുന്നല്ലോ? അപ്പം ടോട്ടൽ എനർജി കിട്ടിയല്ലോ. എന്തുമാത്രമാണ് അവിടെ ടോട്ടൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ എനർജി നമുക്ക് ഒരു മാസമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ഏതൊക്കെയാണ്? 0.6 + 1.08 + 1 വരും. മനസ്സിലായല്ലോ? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 2.68 കേട്ടോ. 2.68 കിലോ വാട്ട് അവർ എന്നാണ് കിട്ടുന്നത്. അത് ഒരു ദിവസത്തെ. അങ്ങനെയാണെങ്കിൽ 30 ഡേയ്സിൻ്റെ കണ്ടുപിടിക്കണമല്ലോ. ഫോർ 30 ഡേയ്സ് ഇല്ലേ? എനർജി കൺസപ്ഷൻ 30 ഡേയ്സ് എഴുതണം കേട്ടോ. അങ്ങനെയൊക്കെ എഴുതണം. എനർജി കൺസപ്ഷൻ കേട്ടോ. എനർജി കൺസപ്ഷൻ 30 ഡേയ്സ് ആകുമ്പോൾ എങ്ങനെ? ഇതേ 2.68 × 30 ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 80.4 എന്ന് വരും. 80.4 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 80.4 യൂണിറ്റ് വരും. അപ്പോൾ ഒരു മാസം 80.4 യൂണിറ്റ് എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരു മാസം നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ എന്താണ് അടുത്ത? ബി പാർട്ട് നോക്കിയേ. ഇതിപ്പോൾ നമ്മൾ എ പാർട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ബി പാർട്ട് എന്താണ്? ഇത് അപ്ലയൻസസ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം വേ. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ 2 months ഇൻ ദാറ്റ് ഹൗസ്. ആ വീട്ടിൽ 2 മാസം ഇതേ അപ്ലയൻസ് ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 2 മാസം ഇത് മാത്രം എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് എത്ര വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ താരിഫ് ഞാൻ മുമ്പ് ടേബിൾ കാണിച്ചില്ലേ? ആ ടേബിളിലെ താരിഫ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായതുണ്ടല്ലോ ഈ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളിലെ താരിഫ് ഉപയോഗിച്ചിട്ട് 2 മാസം ബില്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്തിട്ടുണ്ട്? 80.4 ഇല്ലേ? 80.4 യൂണിറ്റ്. അത്രയും എനർജി അവിടെ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഓരോ യൂണിറ്റിൻ്റെയും ഫിക്സഡ് ചാർജും അല്ലെങ്കിൽ എന്തുമാത്രം യൂണിറ്റ് ഉപയോഗിക്കുന്ന അതിൻ്റെ ഫിക്സഡ് ചാർജ്. നമുക്കിപ്പോൾ സിംഗിൾ ഫേസ് നോക്കിയാൽ മതി കേട്ടോ. 3 ഫേസിൽ നോക്കേണ്ട. 3 ഫേസ് ഒക്കെ വ്യാവസായികമായിട്ട് മറ്റേ ഒരുപാട് ഫാക്ടറീസിലൊക്കെ ആണെങ്കിലും വീടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ റേറ്റും കാര്യങ്ങളും കൂടുതലാണ്. അപ്പം നമ്മൾ നോർമലി ഒരു വീട്ടിലെ കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ സിംഗിൾ ഫേസിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം സിംഗിൾ ഫേസ് ആവണമെങ്കിൽ അതിനൊരു ഫിക്സഡ് ചാർജ് ഉണ്ട് ഉണ്ടല്ലേ? 50 രൂപയാണ്. അതായത് 0 തൊട്ട് 50 യൂണിറ്റ് വരെയുള്ളതിന് 50 രൂപയാണ് കേട്ടോ. ഓരോ യൂണിറ്റിനും 3.35 വെച്ചിട്ട് ആണ് ഓരോ യൂണിറ്റിനും ചാർജ് ഉള്ളത്. ഫിക്സഡ് ചാർജും ഉണ്ട്. മനസ്സിലാവുന്നല്ലോ? ഇപ്പം നമുക്കിവിടെ 80.4 യൂണിറ്റ് ടോട്ടൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 50 യൂണിറ്റിന് മനസ്സിലാവുന്നല്ലോ? ആദ്യത്തെ 50 യൂണിറ്റിൻ്റെ ഫിക്സഡ് ചാർജ് എത്രയാണ്? 50 ആണ്. ഓരോ യൂണിറ്റിനും 3.35 രൂപ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ നമുക്ക് ഓരോന്നിനെ കണ്ടുപിടിക്കാം. ആദ്യമേ നമുക്ക് ഫസ്റ്റ് 50 യൂണിറ്റ്സ് അതിൻ്റെ നോക്കാം കേട്ടോ. ഫസ്റ്റ് 50 യൂണിറ്റ്സ് അതിൻ്റെ റേറ്റ് എത്രയാണ്? 3.35 വെച്ചിട്ട്. മനസ്സിലാവുന്നുണ്ട്? ആദ്യത്തെ 50 യൂണിറ്റിന് 3.35 വെച്ചിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ എത്ര വരും? ആദ്യത്തെ 50 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 50 × 3.35 രൂപയാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയെന്ന് വെച്ചാൽ 167.5 എന്ന് വരും. മനസ്സിലായല്ലോ? 167.5 എന്നാണ് ആദ്യത്തെ 50 യൂണിറ്റിന് റേറ്റ് വരുന്നത്, പ്രൈസ് വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 50 യൂണിറ്റ് ആണോ ഉപയോഗിച്ച് 80 പോയിന്റ് അല്ലേ? അപ്പം ബാക്കി
റിമൈനിങ് യൂണിറ്റ് എന്തോരം വരും? റിമൈനിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തോരം വരും? ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. റിമൈനിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 80.4 50 കുറയ്ക്കണം. അപ്പോൾ റിമൈനിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 30.4 യൂണിറ്റ് വരും. മനസ്സിലാവുന്നുണ്ടോ? 30.4 യൂണിറ്റാണ് ബാക്കിയുള്ളത്. ആദ്യത്തെ 50 യൂണിറ്റിന് വേണ്ടില്ല, ആദ്യത്തെ 50 യൂണിറ്റിന് ഇതാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്ത് 80.4 ടോട്ടൽ വരുന്നത്. ഇനി അടുത്ത റിമൈനിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 30 അതായത് അടുത്ത റിമൈനിങ് യൂണിറ്റ് ഈ ഒരു സെക്ഷനിൽ വരും. മനസ്സിലാവും? അപ്പൊ അതിന്റെ റേറ്റ് എത്രയാണ്? 4.25 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞപ്പം? നെക്സ്റ്റ്, അപ്പൊ അടുത്ത നമ്മൾ എഴുതാം. നെക്സ്റ്റ് 30.4 യൂണിറ്റ് അല്ലെ, അതിന് എത്രയാണ്? 4.45 വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പം 30.4 × 4.45 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ അവിടുത്തെ റേറ്റ് വരുന്നത് 129.2 എന്ന് വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ ടോട്ടൽ എനർജി ചാർജ് എത്ര വരും? ടോട്ടൽ എന്ന് വെച്ചാൽ 80.4 ആണ്. അപ്പം ആദ്യത്തെ 50 യൂണിറ്റും രണ്ടാമത്തെ 30 യൂണിറ്റും വരുമ്പോൾ ടോട്ടൽ എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എത്രയാണ് വരുന്നത്? ആദ്യത്തെ 167.5 ആയിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ 129.2 വരും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എത്രയാണ് ടോട്ടൽ എനർജി ചാർജ് വരുമ്പോൾ 296.7. അതാണ് ടോട്ടൽ എനർജി ചാർജ് വരുന്നത്, പ്രൈസ് വരുന്നത്. ഇത്രയും രൂപയാണ് വരുന്നത്. ഇതെത്രയാണ്? ഒരു മാസത്തെ. മനസ്സിലായി? ഇത് ഒരു മാസത്തെ റേറ്റ് ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് 2 മാസത്തെ കേട്ടോ, 2 മാസത്തെ റേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുപോലെ തന്നെ ഫിക്സഡ് ചാർജും ഉണ്ട്. കണ്ടില്ലേ ഫിക്സഡ് ചാർജ് എഴുതിയിരിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഈ ഫിക്സഡ് ചാർജ് നമ്മൾ ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു മാസത്തെ ഫിക്സഡ് ചാർജ് 80.4 യൂണിറ്റ് ആണ്. അപ്പം അവിടുത്തെ ഫിക്സഡ് ചാർജ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 85 രൂപയാണ് വരുന്നത്. അപ്പം അതും കൂടെ നമ്മൾ ഒരു മാസത്തെ ഫിക്സഡ് ചാർജ് കൂടെ ചെയ്യണം. അപ്പം ആഡ് ഫിക്സഡ് ചാർജ് എഴുതാം കേട്ടോ. ആഡ് ഫിക്സഡ് ചാർജ് കൂടെ വരുമ്പോൾ എത്രയാണ്? 296.7 പ്ലസ് എത്രയാണ്? 85. മനസ്സിലായല്ലോ? അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്ന ചാർജ് എന്ന് വെച്ചാൽ 381.7 വരും ഒരു മാസത്തെ. ക്ലിയർ ആകുന്നുണ്ടോ? ഒരു മാസത്തെ നമ്മൾ 80.4 യൂണിറ്റ് എനർജി ഉപയോഗിച്ചപ്പോൾ വരുന്ന റേറ്റ് ബില്ലാണ് ഇത് വരുന്നത്. അങ്ങനെ 2 മാസത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 2 മാസത്തെ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ എഴുതാം? ഫോർ 2 months നമുക്ക് കൊടുക്കാം. ഇല്ല, ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. അത് ഇവിടെ എഴുതാവേ, ഇല്ല വേറെ പേജിലേക്ക് എടുക്കണ്ട, മാറ്റാം. ഫോർ 2 months കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഫോർ 2 months. അപ്പൊ എത്ര വരും? 2 മാസത്തിനാകുമ്പോൾ 2 × ഇതാ നോക്കാം 381.7. ഓക്കെ ആണല്ലോ? അപ്പം എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 763 എന്ന് വരും കേട്ടോ. 763.4 എന്ന് വരും. ഇത്രയും രൂപയാണ് 2 മാസത്തെ റേറ്റ് വരുന്നത്. മനസ്സിലായോ? എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഇപ്പൊ ഓരോ യൂണിറ്റിന് വരെയും ഇത്ര യൂണിറ്റ് വരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എടുക്കും അല്ലെ? നമ്മുടെ വീടുകളിലൊന്നും ഇത്ര ഒന്നും അല്ല ഉപയോഗിക്കുന്നത് അല്ലെ? അതിൽ കൂടെ അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനിൽ വരുമ്പോൾ ബാക്കി റിമൈനിങ് യൂണിറ്റിന് പൈസ കൂടിക്കൊണ്ട് വരുവാണ്. അതാണ് പറയുന്നത് ഓരോ യൂണിറ്റ് കൂടുമ്പോഴും വേറെ റേറ്റ് ആണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ട്? ആദ്യത്തെ 50 യൂണിറ്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര ഉള്ളു വരത്തുള്ളൂ. അടുത്ത റിമൈനിങ് യൂണിറ്റ് വരുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം. അതിന്റെ റേറ്റ് കൊണ്ടോ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടോ? കൂടിയാ വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ വെറുതെ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാലും ഒരു യൂണിറ്റ് കൂടിക്കഴിഞ്ഞാലും അത് അടുത്ത സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് ഈ റേറ്റ് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെയും പറയുന്നതിന്റെ കാര്യം, ഇലക്ട്രിസിറ്റി അനാവശ്യമായിട്ട് പാഴാക്കി കളയല്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സമാധാനത്തോടെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അതായത് നമ്മൾ ഒരു മാസത്തെ എനർജിയുടെ ഉപഭോഗം കണ്ടുപിടിച്ചു. അത് 80.4 ആണ്. പിന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളും താരിഫ് വെച്ച് റേറ്റും കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഫിക്സഡ് ചാർജ് എല്ലാം ആഡ് ചെയ്തു. പിന്നെ 2 മാസം കൂടെ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2 heaters A and B operate at 230 volt. Heater A draws 2 ampere current and heater B draws 2.5 ampere current. ഇച്ചിരി സൗണ്ട് കുറച്ചുകൂടി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ഹീറ്റർ ആണ് കേട്ടോ. ഹീറ്റർ എ ഹീറ്റർ ബി എന്ന് പറഞ്ഞില്ല. അത് രണ്ടും 230 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹീറ്റർ എയുടെ കറണ്ട് എത്രയാണ്? 2 ആംപിയർ കറണ്ട് ഇല്ലേ? 2 ആംപിയർ കറണ്ട് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്റർ ബി ആണെങ്കിൽ 2.5 ആംപിയർ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് മനസ്സിലായല്ലോ? ഇനി എന്താണ്? കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദി ഹീറ്റേഴ്സ് ഇൻ ദ ഫിഗർ. 2 ഫിഗറിലുള്ള ആ ഹീറ്റേഴ്സിന്റെ പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്താണ് പവർ കണ്ടുപിടിക്കുന്നില്ലേ? അപ്പൊ പവർ ആദ്യത്തെ കേട്ടോ, പവർ ഇന്നേ ഞാൻ
പി എന്ന് കൊടുക്കുക കേട്ടോ. പവറിൻ എന്ന് പറയുമ്പോൾ വി ഇൻറ്റു ഐ ഉപയോഗിച്ച് ചെയ്യാം. വോൾട്ടേജിനെ അതുപോലെ തന്നെ കറണ്ട് ഇൻറ്റു എ എന്ന് എഴുതാം. അപ്പം വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. കറണ്ട് അവിടുത്തെ എത്രയാണ്? 2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര കിട്ടും? 460 എന്ന് വരും അല്ലേ? 460 വാട്ട് എന്ന് വരും ആദ്യത്തേൻ്റെ. ഇനി പവർ ഇൻ ബി എന്ന് വരുമ്പോൾ എത്ര വരും? അതുപോലെ തന്നെ വി ബി ഇൻറ്റു ഐ ബി എന്ന് എഴുതി കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. ബി കൊടുത്തോട്ടോ, സഫിക്സ് ബി കൊടുത്ത്. വോൾട്ടേജ് 230 തന്നെയാണ്. അവിടുത്തെ കറണ്ട് എത്രയാണ്? 2.5 ആണ്. ഇല്ല, അപ്പോൾ എത്രയാണ് വരുന്നത്? 575 വാട്ട് വരും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരുന്നത്? വിച്ച് ഹീറ്റർ ഹാസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹയർ റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. റെസിസ്റ്റൻസ് ഓഫ് എ വി ബൈ ഐ. വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആണ്. വി ബൈ എച്ച് കണ്ടുപിടിക്കാമല്ലോ. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 230 ആണ്. എയുടെ കറണ്ട് 2 ആണ്. അപ്പോൾ എത്രയാണ്? 115 ഓം എന്ന് വരും. ഇനി റെസിസ്റ്റൻസ് ഓഫ് ബി വി ബൈ ഇല്ലേ, കറണ്ട് രണ്ടാമത്തെ ഐ ബി ഇല്ലേ, ഐ ബി ആണ്. ദാറ്റ് ഈസ് വോൾട്ടേജ് 230 തന്നെയാണ്. കറണ്ട് അവിടെ എങ്ങനെയാണ്? 2.5 എന്നും വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 92 എന്ന് വരും കേട്ടോ. 92 ഓം എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഏതിനാണ് അവിടെ റെസിസ്റ്റൻസ് കൂടുതൽ? റെസിസ്റ്റൻസ് ഓഫ് എ ഇല്ലേ, റെസിസ്റ്റൻസ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ റെസിസ്റ്റൻസ് ഓഫ് ബി. അതായത് ഹീറ്റർ എക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഇനി സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് ബോത്ത് ഹീറ്റേഴ്സ് ഓപ്പറേറ്റ് ഫോർ 5 minutes ഈച്ച് വിച്ച് ഹീറ്റർ വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. അതായത് രണ്ട് ഹീറ്റേഴ്സും 5 മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാമല്ലോ. അതാ നമ്മളെ മറ്റേ ഇക്വേഷൻ തന്നെ, എയുടെ ഇല്ലേ, എയുടെ ഹീറ്റ് കണ്ടുപിടിക്കാം. അതായത് വി ഐ ടി തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. എയുടെ കറണ്ട് 2 ആണ്. സമയം എത്രയാണ്? 5 മിനിറ്റ് എന്നല്ല. അപ്പോൾ 5 × 60 ഇല്ലേ, 5 × 60 ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 138,000 ജൂൾ എന്ന് വരും കേട്ടോ. 1,38,000 ജൂൾ എന്ന് തോന്നുന്നു. ഇനി ഹീറ്റർ ബിയുടെ കണ്ടുപിടിക്കാം. അതുപോലെ വി ഐ ടി തന്നെ വെച്ചിട്ടുണ്ട് കണ്ടുപിടിക്കുന്നത്. വോൾട്ടേജ് 230 ആണ്. കറണ്ട് 2.5 ആണ്. സമയം അല്ലേ 5 × 60 തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 172,500 ജൂൾ എന്ന് വരും. 1,72,500 ജൂൾ എന്ന് വരും. അപ്പോൾ രണ്ട് ഹീറ്റേഴ്സിലും മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? രണ്ടാമത്തെ ഹീറ്റർ ആണ് അല്ലേ? രണ്ടാമത്തെ ഹീറ്റർ ആണ് കൂടുതൽ എന്താണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോർ ഹീറ്റ് എച്ച് ബി ഇല്ലേ, ബിക്കാണ് എനേക്കാളും, അതായത് ബി ആണ് അവിടെ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് ഏതിനാണ് ഹയർ റെസിസ്റ്റൻസ് എന്നുള്ളത്. നമ്മുടെ എന്താണ് നമ്മുടെ ഇക്വേഷനില്ലേ, പി ഈസ് ഈക്വൽ ടു v²/r എന്ന് പറഞ്ഞ ഇക്വേഷൻ, അത് ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഇവിടെ ഏതിനാണ് പവർ? പവർ എവിടെ? പവർ കൂടുവാണെന്നുണ്ടെങ്കിൽ പവർ കൂടുതൽ അല്ലെങ്കിൽ പവർ കുറയുക, കൂടുതൽ റെസിസ്റ്റൻസ് അല്ലാണ്ട്. അപ്പോൾ പവർ കുറയുവാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഇവിടെ പവർ ഏതിനാണ് കുറവ്? ആദ്യത്തേനല്ലേ 460 അല്ലേ കുറവ് അല്ലേ? 460 അല്ലേ അവിടെ റെസിസ്റ്റൻസ് കൂടുതൽ നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ. ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഏതിനാണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദ ഹീറ്റിംഗ് എലമെന്റ്? ഹീറ്റിംഗ് എലമെന്റിനെ സംബന്ധിച്ചോളം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഹീറ്റിംഗ് എലമെന്റ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണോ ഹീറ്റിംഗ് എലമെന്റ്? ഹീറ്റിംഗ് എലമെന്റ് എങ്ങനെയാ? മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും അല്ലേ? ഹൈ റെസിസ്റ്റിവിറ്റി അല്ലേ, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. പിന്നെ എന്താണ്? എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ് ഇല്ലേ, റെഡ് ഹോട്ട് സ്റ്റേറ്റ് നിൽക്കുന്നില്ലേ ഒരുപാട് സമയം ഹീറ്റിംഗ് എലമെന്റ്, അത് കറക്റ്റ് ആണ്. ലോ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, കുറഞ്ഞ ഓക്സിഡേഷൻ പ്രതിരോധമാണോ ഉള്ളത്? അല്ല, അത് റോങ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെ എന്താണ്? ഉയർന്ന ഓക്സിഡേഷനും ഉണ്ട് ഇല്ല. അപ്പോൾ ഏതാണ്? BCEF. ഏതാണ് വരുന്നത്? BCEF. ഇതാ നാലാമത്തെ ഇതോട്ടെ, ഇതാണ് കറക്റ്റ് കേട്ടോ. BCEF ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഹീറ്റിംഗ് എലമെന്റിന്റെ ഫീച്ചേഴ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? 2 ബൾബ്സ് സർക്യൂട്ട് തന്നിട്ടുണ്ട്, 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇവിടെ 2 ബൾബ്സ് ആണ്, അത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. ഓരോന്നിന്റെ പവർ തന്നിട്ടുണ്ട് 40 വാട്ടും ആണ്. അതുപോലെ 60 വാട്ട് സെയിം വോൾട്ടേജിലാണ്, പക്ഷെ രണ്ടിന്റെയും പവർ വ്യത്യാസമാണ്. അറേഞ്ച് ആർ ഷോൺ ഇൻ ഫിഗേഴ്സ്. ഇഫ് 230 വോൾട്ട് ഈസ് സപ്ലൈഡ്, 230 വോൾട്ട് കൊടുക്കുമ്പോൾ വിച്ച് ബൾബ് വിൽ ബി ബ്രൈറ്റർ ഇൻ ഈച്ച് സർക്യൂട്ട്? എക്സ്പ്ലെയിൻ ദ റീസൺ. 230 വോൾട്ട് കൊടുക്കുമ്പോൾ 2 സർക്യൂട്ട് ഉണ്ട്. 2 സർക്യൂട്ടിലെ ഏത് ബൾബാണ് കൂടുതലായിട്ടും ബ്രൈറ്ററായി തെളിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ?
അപ്പോൾ ഈ സർക്യൂട്ടുകൾ നോക്കുക, പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് സർക്യൂട്ടുകൾ നോക്കിയേ. ഈ രണ്ട് സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? ഈ സർക്യൂട്ട് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആണോ പാരലൽ ആണോ? പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സീരീസ് ആണെന്ന്. പക്ഷെ സീരീസ് ആണോ? അല്ല. ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇവിടെ 230 വോൾട്ട് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഏത് കോമ്പിനേഷൻ ആണ്? ഇത് പാരലൽ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഓർത്തോണം, ഇത് പാരലൽ ആണ്. ഇവിടെ നോക്കിയേ, ഒന്നിന് പുറകെ ഒന്ന് കണക്ട് ചെയ്തിരിക്കും. ഇതല്ലേ സീരീസ് കോമ്പിനേഷൻ? ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ കണ്ടായിരുന്നു കുറച്ച് പേര് ഇങ്ങനെ തെറ്റിച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇവിടെ ഉണ്ടായത്. ഈ രീതിയിലാണ് കണക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ബൾബ് ഇങ്ങനെയാണ് കണക്ഷൻ, ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇത് പാരലാണ്, സമാന്തരമായിട്ടാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതൊന്നിന് പുറകെ ഒന്നായിട്ടല്ല കണക്ട്. അതാണ് സീരീസ് കോമ്പിനേഷൻ. അപ്പം അത് രണ്ടും ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പം ഇത് പാരലൽ കോമ്പിനേഷനുമാണ്, ഇത് സീരീസ് കോമ്പിനേഷനുമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഏതിനാണ് കൂടുതൽ പ്രകാശത്തോടെ കത്തുക എന്നല്ലേ ചോദിക്കുന്നത്. അപ്പം സീരീസ് കോമ്പിനേഷനെയും പാരലൽ കോമ്പിനേഷനും നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ എങ്ങനെയാണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താണ്? സെയിം വോൾട്ടേജ് ആയിരിക്കും. അപ്പം ഞാനൊന്ന് ജസ്റ്റ് എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. നോക്കുക, പാരലൽ കോമ്പിനേഷൻ കേട്ടോ. പാരലാണ്. പാരലൽ കോമ്പിനേഷൻ പ്രത്യേകത എങ്ങനെ? വോൾട്ടേജ് ഇല്ലേ? പാരലൽ കോമ്പിനേഷൻ അവിടെ വോൾട്ടേജ് അവിടെ സെയിം ആയിരിക്കും. മനസ്സിലാണോ? അപ്പം രണ്ടിന്റെയും രണ്ട് ബൾബുകൾ, രണ്ട് ഡിഫറെന്റ് പവറിലുള്ള ബൾബുകളാണ്, വാട്ടിലുള്ള ബൾബുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏതിനായിരിക്കും റെസിസ്റ്റൻസ് അവിടെ കുറവ്? നമ്മൾ കണ്ടില്ല, P = V²/R എന്ന ഇക്വേഷൻ കണ്ടില്ല. വോൾട്ടേജ് സെയിം ആണ്. റെസിസ്റ്റൻസ് കുറയണം എന്നുണ്ടെങ്കിൽ എന്താണ്? പവർ കൂടും ഇല്ലേ? റെസിസ്റ്റൻസ് കുറവായതിന് പവർ കൂടും. അപ്പൊ ഇവിടെ ഏതിനായിരിക്കും റെസിസ്റ്റൻസ് അവിടെ കുറവ്? പവർ കൂടുതൽ. അപ്പം ഇതിനാണ് ഇല്ലേ? പവർ കൂടുതൽ 60 അല്ല. അപ്പൊ ഇതിനാണ് ഇവിടെ റെസിസ്റ്റൻസ് കുറവ്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ, റെസിസ്റ്റൻസ് കുറവാകുവാണെന്നുണ്ടെങ്കിൽ കറന്റ് കൂടുതൽ. കറണ്ട് എങ്ങനെയാണ്? ഇതിലും കൂടെ നമ്മൾ പഠിച്ചതാണ്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ സെയിം വോൾട്ടേജ് ആണ്, പക്ഷെ കറണ്ട് എങ്ങനെയാണ്? ഡിഫറെന്റ് ആണെന്ന് പഠിച്ചതാണ് ഇല്ലേ? റെസിസ്റ്റൻസ് കുറവാകുവാണെങ്കിൽ കറണ്ട്, നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, R = V/E ഇക്വേഷൻ ഉണ്ടല്ലോ. റെസിസ്റ്റൻസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? കറണ്ട് അവിടെ കൂടുതലായിരിക്കും. അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞ് ഇതല്ലേ 60 വാട്ട് ബൾബിനാണ് റെസിസ്റ്റൻസ് കുറവ്. അപ്പൊ അവിടെ എങ്ങനെയാണ്? കറണ്ട് അവിടെ കൂടുതലായിരിക്കും. അപ്പൊ കറണ്ട് കൂടുതലാകുമ്പോൾ ഏതായിരിക്കും മോർ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത്? ഏതായിരിക്കും? 60 വാട്ട്. കറണ്ട് കൂടുതലല്ലേ? കറണ്ട് കൂടുതലായിട്ടുള്ള ഈ 60 വാട്ട് ബൾബ് ആയിരിക്കും മോർ ബ്രൈറ്റ്ലി, അല്ലെങ്കിൽ കൂടുതലായിട്ടും ബ്രൈറ്റർ ആയിട്ട് കത്തുന്നത്. ഏതാണ്? 60 വാട്ട് ബൾബാണ്. റീസൺ മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് പാരലൽ കോമ്പിനേഷൻ. വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറെന്റ് ആണ്. ആ ഒരു ഐഡിയ ആദ്യം ഉണ്ടായിരിക്കണം. പിന്നെ നോക്കുക, ഏതിനാണ് ഇവിടെ റെസിസ്റ്റൻസ് കുറവെന്ന് നോക്കുക. റെസിസ്റ്റൻസ് കുറവാകുമ്പോൾ അവിടെ കറണ്ട് കൂടും കേട്ടോ. റെസിസ്റ്റൻസ് കുറവാകുമ്പോൾ കറണ്ട് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കറണ്ട് കൂടുമ്പോൾ എന്താണ്? രണ്ടിലും ഡിഫറെന്റ് കറണ്ട് അല്ലേ? ഇപ്പം 40 വാട്ടിലും 60 വാട്ടിലും ഡിഫറെന്റ് കറണ്ട് ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കറണ്ട് ഉള്ളതായിരിക്കും മോർ ബ്രൈറ്റ്ലി കത്തുന്നത്. ഏതിലാണ്? 60 വാട്ട് അല്ലേ? 60 വാട്ട് ബൾബ് ഗ്ലോസ് അല്ലേ? ഗ്ലോസ് മോർ ബ്രൈറ്റ്ലി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? മോർ ബ്രൈറ്റ്ലി ആദ്യത്തെ കേസിൽ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. അതായത് രണ്ടാമത്തെ കേസ് ഏതാണ്? സീരീസ് ഇല്ലേ? സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത എങ്ങനെയാണ്? കറന്റ് ഇല്ലേ? കറന്റ് അവിടെ സെയിം ആയിരിക്കും. കറന്റ് സെയിം ആയിരിക്കും, പക്ഷെ ഓരോന്നിനും എക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കേസിൽ നോക്കി നമ്മൾ പറഞ്ഞു കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇത് ഈ രണ്ട് ബൾബിൽ ഏതിനായിരിക്കും റെസിസ്റ്റൻസ് അവിടെ കൂടുതൽ? കറണ്ട് ഇവിടെ സെയിം ആണ്. നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് R = V/E എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ ഉണ്ടല്ലോ. അതാ നോക്കി, ഇവിടെ കറണ്ട് ആണ് സെയിം, കറണ്ടിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താണ് വ്യത്യാസം പറഞ്ഞാൽ വോൾട്ടേജ് രണ്ടിലും ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞു. ഡിഫറെന്റ് ആണ് നമുക്കറിയാം ഇല്ല? വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോവാണ്. കറണ്ട് ആണ് ഇവിടെ കോൺസ്റ്റന്റ്. കറണ്ട് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ വോൾട്ടേജ് കൂടുവാണെന്നുണ്ടെങ്കിൽ, അതായത് വോൾട്ടേജ് കൂടണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസും കൂടണ്ടല്ലേ? അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ അതാണ് അവിടെ വോൾട്ടേജും കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കി, ഏതിനായിരിക്കും ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ? ഏത് ബൾബിനായിരിക്കും ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ? റെസിസ്റ്റൻസ് കൂടുതൽ ഇവിടെ ഏതിനാണ്? റെസിസ്റ്റൻസ് കൂടിയാലുള്ള വോൾട്ടേജ് കൊടുത്തുള്ളൂ. അപ്പം നമ്മുടെ മറ്റേ ഇക്വേഷൻ തന്നെയുണ്ടോ? സെയിം ഇക്വേഷൻ P = V²/R വെച്ചാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 230 ആണ് കൊടുക്കുന്നത് ഇല്ലേ? അപ്പം റെസിസ്റ്റൻസ് കൂടണമെന്നുണ്ടെങ്കിൽ എന്താണ്? പവർ അവിടെ കുറഞ്ഞിരിക്കണം ഇല്ലേ? അപ്പൊ പവർ കുറഞ്ഞ ഏതാണ്? 40 വാട്ട് ആണ്.
മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ 40 വാട്ടിനാണ് അവിടെ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ളത്, 40 വാട്ടിനാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം 40 വാട്ടിലൂടെ ആയിരിക്കും എന്താണ് കൂടുതൽ വോൾട്ടേജ് പോകുന്നത്. അപ്പോൾ 40 വാട്ട് ബൾബ് ആയിരിക്കാം അവിടെ കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നത്. അതുകൊണ്ട് 40 വാട്ട് ബൾബ് കൂടുതൽ മോർ ബ്രൈറ്റ് ആയിട്ട് അവിടെ ഗ്ലോ ചെയ്യും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, സീരീസ് കോമ്പിനേഷനിലാകുമ്പോൾ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓരോന്നിനും എക്രോസ് ആയിട്ടുണ്ടെന്ന പൊട്ടൻഷ്യൽ അവിടെ ഡിഫറെൻ്റ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നതിനേക്കാളും കറക്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ഓരോ ബൾബിനും എക്രോസ് ആയിട്ടുണ്ടെന്ന പൊട്ടൻഷ്യൽ അവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ ആർക്കാണോ കിട്ടുന്നത് അതിനായിരിക്കും കൂടുതൽ ഗ്ലോ ചെയ്യുന്നത്, മോർ ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ കിട്ടുന്ന ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ്, കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതിനായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്. അതാ നോക്കുക, കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് ഏതിനാണ്? 40 വാട്ടിനാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ കൂടുതൽ റെസിസ്റ്റൻസ് വരുന്നത്, സീരീസ് കോമ്പിനേഷനിൽ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഓഫ് 40 ഇല്ലേ, റെസിസ്റ്റൻസ് ഓഫ് 40 റെസിസ്റ്റൻസ് ഓഫ് 60നേക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ റെസിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജും കൂടും അല്ലേ. സോ 40 വാട്ട് അല്ലേ. സോ 40 വാട്ട് ബൾബ് എന്ത് പറയാം? 40 വാട്ട് ബൾബ് ഗ്ലോ ബ്രൈറ്റ്ലി എന്ന് പറയാം അല്ലേ, ഗ്ലോ ബ്രൈറ്റ്ലി. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം. അപ്പൊ സീരീസും പാരലൽ കോമ്പിനേഷനും എന്താണ് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടോ? പാരലൽ കോമ്പിനേഷൻ ആണ്, ആദ്യത്തേൽ പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ സർക്യൂട്ടിൽ 230 വോൾട്ട് ആണ് വരുന്നത്. പവർ വാട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളൂ കേട്ടോ. 60 വാട്ട് ബൾബ് കൺസ്യൂസ് മോസ്റ്റ് പവർ ആൻഡ് ഗ്ലോസ് ബ്രൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 40 വാട്ട് കുറച്ചുള്ളൂ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. 60 വാട്ട് ബൾബ് ഈസ് ബ്രൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ കേസിൽ. ഇനി സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ സെയിം കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്, വോൾട്ടേജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ അവിടെ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഈ ഒരു രീതിയിലും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് 40 വാട്ടിനാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ മോർ വോൾട്ടേജ് അവിടെ വരും. അതുകൊണ്ട് 40 വാട്ട് ബൾബ് ആയിരിക്കും മോർ ബ്രൈറ്റ്ലി അവിടെ ഗ്ലോ ചെയ്യുന്നത് കേട്ടോ. 40 വാട്ട് ബൾബ് ഈസ് ബ്രൈറ്റർ കേട്ടോ, റീസൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രീതിയിലും വേണമെങ്കിൽ എഴുതാം. ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനാ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എഴുതാം കേട്ടോ. അതാ നോക്കുക കേട്ടോ. ഫസ്റ്റ് ഫിഗറിൽ പാരലൽ കണക്ഷൻ ആണ്. therefore both bulb will get the same voltage and the current will be divided. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. The 60 watt bulb has less resistance, അത് ഞാൻ പറഞ്ഞായിരുന്നു. So it will get more current. As a result 60 watt bulb will glow brighter. മനസ്സിലായല്ലോ? മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, വായിച്ചു നോക്കുക. രണ്ടാമത്തെ കേസിൽ എന്താണ്? സീരീസ് കണക്ഷൻ ആണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സീരീസ് കണക്ഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കൂടും? നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുവാണ് എന്ന്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് കറണ്ട് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലേ. സീരീസ് കോമ്പിനേഷനിൽ എന്താണ് കറണ്ട് അവിടെ കുറവാണ്, അതായത് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് അവിടെ കുറവായിരിക്കും. അതായത് സെയിം കറണ്ട് രണ്ട് ഇതിലും കൂടെ എന്താണ് ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് എങ്ങനെയാണ്? ഡിവൈഡ് ചെയ്ത് പോകും. ഇൻ ദിസ് കേസ് 40 വാട്ട് ബൾബ് ഈസ് മോർ റെസിസ്റ്റൻറ്റ്, ഇറ്റ് വിൽ റിസീവ് മോർ വോൾട്ടേജ് ആൻഡ് ഗ്ലോ ബ്രൈറ്റ്. സെയിം കറണ്ടാണ്, ചെറിയ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം റെസിസ്റ്റൻസ് ഏതിനാണോ കൂടുതലുള്ളത് അതായിരിക്കാം മോർ ബ്രൈറ്റ് ആയിട്ട് അവിടെ ഗ്ലോ ചെയ്യുന്നത്. അപ്പം റെസിസ്റ്റൻസ് അവിടെ കൂടുതലുള്ളത് 40 വാട്ട് ഇല്ലേ, 40 വാട്ട് ബൾബാണ്, അതുകൊണ്ട് അത് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം, കാര്യം മനസ്സിലാക്കിയിട്ട് കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഷോർട്ടായിട്ട് ഈ രീതിയിൽ എഴുതിയാൽ മതി. വായിച്ചു നോക്കുക. ഇതും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു റെഡ്യൂസ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഇൻ അവർ ഹൗസ് അല്ലേ, വി ക്യാൻ മാക്സിമൈസ് ദ യൂസ് ഓഫ് സൺലൈറ്റ് ഡ്യൂറിംഗ് ദ ഡേ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ ഹൗ. അതായത് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ പകൽ സമയം സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്താം ഇല്ലേ. അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ? യോജിക്കുന്നുണ്ടെന്ന് പറയാം ഇല്ലേ, യെസ് എന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് വീടൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണ് പരമാവധി സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ ജനലും അങ്ങനെയൊക്കെ വെക്കുക ഇല്ലേ. അതുപോലെ തന്നെ എന്താണ് കാറ്റ് ലഭിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെന്താണ് സോളാർ വാട്ടർ ഹീറ്റർ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സൺ എനർജി, സോളാർ എനർജി നമുക്ക് ഉപയോഗിച്ചിട്ട് വൈദ്യുതിയുടെ ഉപഭോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വി ഷുഡ് എഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഗ്രി ചെയ്യുന്നുണ്ട്. ഇഫ് യു കൺസ്ട്രക്ട് ദ ഹൗസ് ഇൻ സച്ച് എ വേ ദാറ്റ്
maximum sunlight enters inside. We won't need to use any type of lamps during the day. ശരിയല്ലേ? മാക്സിമം സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് പകൽ സമയത്ത് ലൈറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, ബൾബൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. Similarly, if the house is constructed in such a way that maximum air or breeze enters inside, we can avoid or reduce the use of fans. ഇല്ല, നല്ലവണ്ണം കാറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫാൻ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. For cooking and other purpose, we can use items like solar cookers, solar water heaters. By doing this, we can minimize electricity consumption to the maximum extent possible. ഓക്കെ ആണല്ലോ? മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, in the context of the energy crisis, write down any 2 suggestions that can be implemented to reduce energy consumption in newly constructed house. ഊർജ്ജ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതുതായി നിർമ്മിക്കുന്ന വീടുകളിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ നടപ്പിലാക്കാവുന്ന ഏതെങ്കിലും 2 നിർദ്ദേശങ്ങൾ. നമ്മൾ പറഞ്ഞില്ല, പരമാവധി ഇപ്പം പറഞ്ഞ കാര്യം, പരമാവധി കാറ്റും വെളിച്ചവും ലഭിക്കുന്ന രീതിയിൽ പണിയുക അല്ലേ. അതുപോലെ തന്നെ എന്താണ്, LED ബൾബുകളൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. LED ബൾബുകളൊക്കെ നമുക്ക് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. BLDC ഫാൻ അല്ലേ, BLDC ഫാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള അല്ലേ, ISA മാർക്കും സ്റ്റാർ റേറ്റിംഗ് ഉള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അല്ലേ, വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ 2 നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക, കൺസിഡർ ദ ഹൗസ് ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം എയർ ആൻഡ് ലൈറ്റ് എൻറ്റേഴ്സ് ഇൻസൈഡ് ഡ്യൂറിംഗ് ദ ഡേ. Doing so, we can save electricity by avoiding use of lamps, fans during the daytime. Use LED, അല്ലേ, use LED bulbs only as lamps in the house അല്ലേ, ലാമ്പിൽ നമുക്ക് LED ബൾബുകൾ ഉപയോഗിക്കാം. Ensure that the fans are BLDC ഫാനുകൾ ഉപയോഗിക്കാം. Use only electrical appliances that have ISA mark and 5 star rating. 5 star rating ISA മാർക്കുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുക. Next question, what is the necessity for reducing carbon footprint? Carbon footprint നെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, അതിന്റെ ആവശ്യകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. By reducing carbon footprint എന്താണ്, it is possible to reduce amount of pollutants in the atmosphere. This reduces global warming and reduces pollution. അല്ലേ, കാർബൺ ഫുട്പ്രിന്റ് നമ്മൾ കുറയ്ക്കുന്ന വഴി എന്താണ്, അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അത് ആഗോളതാപനം കുറയ്ക്കും, മലിനീകരണമൊക്കെ കുറയും. മനസ്സിലായല്ലോ? അപ്പം കാർബൺ പാദമുദ്ര കുറയ്ക്കേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ലെറ്റർ സക്സസിലുള്ളത്. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഒരുപാട് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാം. നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകൾ, മനസ്സിലായല്ലോ? അപ്പം ആ രീതിയിൽ ആലോചിച്ച് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സീരീസും പാരലും അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. എങ്കിൽ മാത്രമുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം സമയമെടുത്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. മനസ്സിലാക്കി വെച്ച് പഠിക്കാൻ മീൻസ് നല്ലോണം കാര്യം മനസ്സിലാക്കി വെച്ച് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആ രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ സെക്ഷൻസും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്, പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ നേരത്തെ സിലബസിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം സിലബസ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക, എങ്കിലുള്ളൂ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ എങ്കിലുള്ളൂ അതുമായിട്ടൊന്ന് പ്രാക്ടീസ് ആവത്തുള്ളൂ. അപ്പം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്